കേരള സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 2026-27 ബജറ്റിൽ അവതരിപ്പിച്ച ഈ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മാതൃകയെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായുള്ള ആദരവായി ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സാമ്പത്തിക ഭദ്രതയില്ലാത്തതിന്റെ പേരിൽ ആരും ചികിത്സ നിഷേധിക്കപ്പെടരുത് എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന തത്വം. വലിയ രോഗങ്ങൾ വന്നാൽ ചികിത്സാ ചെലവ് താങ്ങാനാകാതെ കുടുംബങ്ങൾ കടക്കെണിയിൽപ്പെടുന്ന അവസ്ഥ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിലും ഈ ഇൻഷുറൻസ് കാർഡ് ഉപയോഗിച്ച് സൗജന്യ ചികിത്സ ലഭിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം കേരളത്തിലെ എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പരിരക്ഷ ലഭിക്കും. ഹൃദ്രോഗം, ക്യാൻസർ, വൃക്കാരോഗം, ന്യൂറോ സർജറി, സങ്കീർണമായ ശസ്ത്രക്രിയകൾ, അവയവം മാറ്റിവെക്കൽ, ഗുരുതരമായ അപകടങ്ങൾ എന്നിവ ഉൾപ്പെടെ 1600-ലധികം രോഗങ്ങളും ശസ്ത്രക്രിയകളും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രോഗനിർണയത്തിനുള്ള പരിശോധനകൾ, ആശുപത്രി പ്രവേശനം, ശസ്ത്രക്രിയ, മരുന്നുകൾ, തീവ്രപരിചരണം, ശസ്ത്രക്രിയാനന്തര ചികിത്സ, ഫിസിയോതെറാപ്പി എന്നിവയ്ക്ക് എല്ലാം ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം 30 ദിവസത്തേക്കുള്ള ഫോളോ അപ്പ് ചികിത്സയും പാക്കേജിൽ ഉൾപ്പെടുന്നു. ഒരു കുടുംബത്തിൽ 6 അംഗങ്ങൾ വരെ ഈ കാർഡ് ഉപയോഗിക്കാം. കുടുംബത്തിലെ ആരെങ്കിലും ഗുരുതര രോഗത്തിന് ചികിത്സ തേടിയാൽ 25 ലക്ഷം രൂപയുടെ പരിധിയിൽ വീണ്ടും ചികിത്സ ലഭിക്കും. ഒരു വർഷത്തിൽ പരിധി തീർന്നാൽ അടുത്ത വർഷം വീണ്ടും 25 ലക്ഷം രൂപ ലഭ്യമാകും. പദ്ധതിയുടെ പ്രാഥമിക ചിലവുകൾക്കായി 2026-27 ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ തുക പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സോഫ്റ്റ്വെയർ വികസനത്തിനും ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുന്നതിനും ഉപയോഗിക്കും. പിന്നീട് ഓരോ വർഷവും പ്രീമിയം തുകയും ഭരണച്ചെലവും ബജറ്റിൽ ഉൾപ്പെടുത്തും. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന കാരുണ്യ പദ്ധതി, ചികിത്സാ സഹായനിധി, വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവയെല്ലാം ഇതിൽ ലയിപ്പിക്കും. സംയോജനം വഴി ആശുപത്രികളിലും ജനങ്ങൾക്കും ഒരു ഏകീകൃത സംവിധാനം മാത്രം മതിയാകും. ഒന്നിലധികം കാർഡ് കൈകാര്യം ചെയ്യുന്ന ബുദ്ധിമുട്ടില്ലാതാകും. സംസ്ഥാനത്തിന് ലഭിക്കുന്ന കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും ചേർത്താണ് 25 ലക്ഷം രൂപയുടെ പരിരക്ഷ ഉറപ്പാക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായി കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തും. BPL കുടുംബങ്ങൾ, AAY കാർഡുള്ളവർ, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള എല്ലാ കുടുംബങ്ങളും ഈ പദ്ധതിയുടെ പരിധിയിൽ വരും. ഒരു കുടുംബം എന്നാൽ ഭർത്താവ്, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള യൂണിറ്റ് ആണ്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ പരിധിയില്ല. വീട്ടിലെ മൂത്ത മകനും അവിവാഹിതയായ മകളും മാതാപിതാക്കളും ഒരേ കാർഡിൽ ഉൾപ്പെടുത്തും. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രത്യേക കുടുംബ യൂണിറ്റായി കാർഡ് ലഭിക്കും. കുടുംബം എന്ന നിർവചനം വിശാലമാക്കിയത് കേരളത്തിന്റെ കുടുംബഘടന കണക്കിലെടുത്താണ്. അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. കേരളത്തിൽ ജനിച്ച് മറ്റ് സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവർക്കും കുടുംബം കേരളത്തിൽ താമസിക്കുന്നുണ്ടെങ്കിൽ പരിരക്ഷ ലഭിക്കും. കാർഡ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴിയാണ് പ്രധാന രജിസ്ട്രേഷൻ നടക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങി ഓരോ കുടുംബത്തിന്റെയും വിവരങ്ങൾ ശേഖരിക്കും. ആധാർ കാർഡ്, റേഷൻ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവയുടെ വിവരങ്ങൾ ശേഖരിക്കും. ഈ വിവരങ്ങൾ കുടുംബ ആരോഗ്യ രജിസ്ട്രിയിൽ ചേർക്കും. ഓരോ കുടുംബത്തിനും ഒരു യൂണീക്ക് ഫാമിലി ID ലഭിക്കും. ഈ ID ഉപയോഗിച്ച് ഡിജിറ്റൽ കാർഡ് തയ്യാറാക്കും. മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന ഡിജിറ്റൽ കാർഡ് തന്നെയാണ് പ്രധാനം. ഫിസിക്കൽ കാർഡ് വേണ്ടവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പ്രിന്റ് എടുക്കാം. കാർഡ് കിട്ടിയാൽ മതി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും, ജില്ലാ ആശുപത്രികളിലും, താലൂക്ക് ആശുപത്രികളിലും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ചികിത്സ തേടാൻ. കൂടാതെ പദ്ധതിയിൽ പങ്കാളിയായ സ്വകാര്യ ആശുപത്രികളിലും കാർഡ് ഉപയോഗിക്കാം. ആശുപത്രിയിൽ പോകുമ്പോൾ കാർഡും ആധാർ കാർഡും മതി. പണം മുൻകൂർ നൽകേണ്ടതില്ല. ക്യാഷ്ലെസ് ചികിത്സയാണ് പദ്ധതിയുടെ പ്രത്യേകത. പദ്ധതിയിൽ പങ്കാളിയാകുന്ന ആശുപത്രികൾക്ക് കർശനമായ മാനദണ്ഡങ്ങളുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകൾ എല്ലാം സ്വാഭാവികമായും പദ്ധതിയുടെ ഭാഗമാണ്. സ്വകാര്യ ആശുപത്രികളിൽ കുറഞ്ഞത് 50% കിടക്കകളെങ്കിലും ഉണ്ടായിരിക്കണം.
ആധുനിക ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലാബ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. 24 മണിക്കൂർ ഫാർമസി, ആംബുലൻസ് സേവനം എന്നിവ നിർബന്ധം. ആശുപത്രിയിലെ ചികിത്സാ നിരക്ക് സർക്കാർ നിശ്ചയിച്ച പാക്കേജ് നിരക്കിൽ കവിയാൻ പാടില്ല. പാക്കേജ് നിരക്കിൽ കിടക്ക, ഡോക്ടർ ഫീസ്, നഴ്സിംഗ് ചാർജ്, മരുന്ന്, ശസ്ത്രക്രിയ ചെലവ്, ഭക്ഷണം എന്നിവ ഉൾപ്പെടും. ആശുപത്രികൾക്ക് ഓരോ മാസവും ചെയ്ത ചികിത്സയുടെ ബിൽ ഇൻഷുറൻസ് കമ്പനിക്ക് സമർപ്പിക്കാം. 15 ദിവസത്തിനുള്ളിൽ പണം ബാങ്ക് അക്കൗണ്ടിലെത്തും. നിരക്ക് ഈടാക്കുന്നതിൽ ക്രമക്കേട് കാണിക്കുന്ന ആശുപത്രികളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും. പേഷ്യന്റ് കെയർ സപ്പോർട്ട് സെന്റർ 24 മണിക്കൂറും പ്രവർത്തിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് ഉടൻ പരിഹാരം ലഭിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിന്റെ ആരോഗ്യ നയത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. കാരുണ്യ പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപയായിരുന്നു പരിധി. അത് 25 ലക്ഷമായി ഉയർത്തിയത് വലിയ മുന്നേറ്റമാണ്. ക്യാൻസർ, ഹൃദ്രോഗം, കരൾമാറ്റം പോലുള്ള ചികിത്സകൾക്ക് 20 ലക്ഷത്തിന് മുകളിൽ ചെലവ് വരും. അത്തരം ചികിത്സകൾക്ക് പാവപ്പെട്ടവർക്ക് പണം കണ്ടെത്താൻ കഴിയുകയില്ല. 25 ലക്ഷം പരിരക്ഷ വന്നതോടെ ആശങ്ക ഇല്ലാതാകും. സ്വകാര്യ ആശുപത്രികളിൽ പോകേണ്ടി വന്നാലും പണം നൽകേണ്ടതില്ല. ഇത് ആരോഗ്യ സമത്വം ഉറപ്പാക്കുന്നു. സമ്പന്നനും ദരിദ്രനും ഒരേ നിലവാരത്തിലുള്ള ചികിത്സ ലഭിക്കും. പദ്ധതി വഴി സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെടും. കൂടുതൽ രോഗികൾ വരുന്നതോടെ ഉപകരണങ്ങളും ഡോക്ടർമാരും കൂടും. സ്വകാര്യ ആശുപത്രികളുമായുള്ള മത്സരം സർക്കാർ ആശുപത്രികളുടെ സേവന നിലവാരം ഉയർത്തും. പദ്ധതിയുടെ നടത്തിപ്പിന് വിപുലമായ സാങ്കേതിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഓരോ രോഗിക്കും ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉണ്ടാകും. ചികിത്സയുടെ മുഴുവൻ വിവരവും കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കും. ഇത് രോഗിയുടെ ചികിത്സാ ചരിത്രം മനസ്സിലാക്കാൻ ഡോക്ടർമാരെ സഹായിക്കും. അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കും. മരുന്നിന്റെ പേരുകൾ, ഡോസ്, കാലാവധി എല്ലാം കമ്പ്യൂട്ടർ രേഖപ്പെടുത്തും. ഇത് മരുന്ന് തെറ്റി സംഭവിക്കുന്ന അപകടങ്ങൾ കുറയ്ക്കും. ആശുപത്രികളിലെ ബില്ലിംഗ് സംവിധാനം പൂർണ്ണമായും ഡിജിറ്റലാണ്. തട്ടിപ്പ് സാധ്യത ഇല്ലാതാക്കും. സർക്കാരിന് എത്ര പേർക്ക് ഏത് രോഗത്തിന് ചികിത്സ ലഭിച്ചുവെന്ന കൃത്യമായ കണക്ക് ലഭിക്കും. ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷത്തെ ബജറ്റ് തയ്യാറാക്കും. ഏത് രോഗത്തിന് കൂടുതൽ ചെലവ് വരുന്നു എന്ന് മനസ്സിലാക്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. പദ്ധതിയുടെ ഗുണങ്ങൾ സമൂഹത്തിന്റെ എല്ലാ തലത്തിലും എത്തും. കർഷകർക്ക് കൃഷിയിടത്തിൽ അപകടം സംഭവിച്ചാൽ ചികിത്സാ ചെലവിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. കെട്ടിട തൊഴിലാളികൾക്ക് ജോലി സ്ഥലത്ത് പരിക്കേറ്റാൽ വലിയ ശസ്ത്രക്രിയ പോലും സൗജന്യമായി ചെയ്യാം. ഓട്ടോ ഡ്രൈവർമാർ, കച്ചവടക്കാർ, ചെറുകിട ജീവനക്കാർ തുടങ്ങി ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ കഴിയാത്തവർക്ക് എല്ലാവർക്കും ഈ കാർഡ് ഒരു വലിയ സുരക്ഷയാണ്. കുട്ടികളുടെ ജന്മനയുള്ള രോഗങ്ങൾ, ക്യാൻസർ ചികിത്സ, ഹൃദയ ശസ്ത്രക്രിയ എന്നിവയ്ക്ക് മാതാപിതാക്കൾ കടം വാങ്ങേണ്ടതില്ല. പ്രായമായവരുടെ മുട്ടുമാറ്റിവെക്കൽ, ഹൃദയ ശസ്ത്രക്രിയ എന്നിവയ്ക്ക് പണം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടില്ല. സ്ത്രീകളുടെ ഗർഭാശയ ക്യാൻസർ, സ്തനാർബുദം തുടങ്ങിയവയുടെ ചികിത്സയും പാക്കേജിൽ ഉൾപ്പെടുന്നു. മാനസിക രോഗങ്ങൾക്കും ദീർഘകാല ചികിത്സ ആവശ്യമുള്ള രോഗങ്ങൾക്കും പരിരക്ഷ ലഭിക്കും. പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളും സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ട്. ഫണ്ട് ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളി. 25 ലക്ഷം പരിധി വരുന്നതോടെ ചികിത്സാ ചെലവ് വളരെ കൂടും. അതിനാൽ സർക്കാർ കേന്ദ്ര സഹായം പരമാവധി ഉപയോഗപ്പെടുത്തും. സംസ്ഥാന വിഹിതം വർദ്ധിപ്പിക്കും. ആശുപത്രികളിൽ അനാവശ്യ ചികിത്സയും ബില്ലിങ്ങും ഉണ്ടാകാതിരിക്കാൻ കർശന നിരീക്ഷണം വയ്ക്കും. ഓരോ കേസും മെഡിക്കൽ ഓഡിറ്റിന് വിധേയമാകും. രോഗിക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത ടെസ്റ്റുകളും ശസ്ത്രക്രിയയും ചെയ്താൽ ആശുപത്രിക്ക് പണം കിട്ടില്ല. ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കേണ്ടതും പ്രധാനമാണ്. കാർഡുണ്ടെങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കാതെ ജീവിക്കാമെന്ന തെറ്റായ ധാരണ ഉണ്ടാകരുത്. പുകവലി, മദ്യപാനം, അനാരോഗ്യകരമായ ഭക്ഷണ രീതി എന്നിവ കുറയ്ക്കാനുള്ള ബോധവൽക്കരണവും പദ്ധതിയുടെ ഭാഗമാണ്. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നവർക്ക് ഭാവിയിൽ പ്രീമിയത്തിൽ ഇളവ് പോലുള്ള ആനുകൂല്യങ്ങൾ ആലോചിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരള മോഡൽ വികസനത്തിന്റെ മറ്റൊരു മുഖമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ക്ഷേമം എന്നിവയിൽ കേരളം എപ്പോഴും മുന്നിൽ നിൽക്കുന്നു. ഈ പദ്ധതി ആരോഗ്യ മാതൃകയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. 25 ലക്ഷം രൂപയുടെ പരിരക്ഷ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനതല ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ ഒന്നാണ്. കേരളത്തിലെ ഓരോ പൗരനും അർഹമായ ചികിത്സ ലഭിക്കേണ്ടതാണ്. ആ അവകാശം ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ പദ്ധതി. പദ്ധതിയുടെ വിജയം സർക്കാരിന്റെയും ആശുപത്രികളുടെയും ജനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാവരും സഹകരിച്ചാൽ കേരളം രോഗവിമുക്ത സംസ്ഥാനമാക്കുന്നതിലേക്ക് ഒരു വലിയ ചുവട് വയ്ക്കും.
ഓരോ കുടുംബവും കാർഡ് എടുത്ത് സുരക്ഷ ഉറപ്പാക്കണം. ആരോഗ്യമാണ് സമ്പത്ത്, ആ സമ്പത്ത് സംരക്ഷിക്കാനുള്ള ഉപകരണമാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.